നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല സീറ്റ് പിടിക്കാൻ കോൺഗ്രസിൽ പടയൊരുക്കം. കേരള കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സീറ്റ് പിടിക്കാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മല്ലപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഇപ്പോൾ ആദ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഉടൻ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു പിടിക്കണമെന്ന ശക്തമായ വാദവുമായി മല്ലപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയികളായ ജനപ്രതിനിധി സംഗമത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചത്. കഴിഞ്ഞ 4 തവണ അടുപ്പിച്ച് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെടുകയാണ്. മുൻ MLA ജോസഫ് പുതുശ്ശേരി, വിക്ടർ ടി തോമസ്, ഒടുവിൽ കുഞ്ഞുകോശിപ്പോൾ എന്നിവർ ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടി പരാജയപ്പെടുകയായിരുന്നു എന്ന ന്യായം നിരത്തിയാണ് കോൺഗ്രസ് സീറ്റ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് കോർ കമ്മിറ്റി അംഗം പ്രൊഫസർ PJ കുര്യന്റെയും DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിന്റെയും സാന്നിധ്യത്തിലാണ് കോൺഗ്രസ് സീറ്റ് വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നത്. ജനപ്രതിനിധി സംഗമത്തിൽ ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ടാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആലോചനകൾ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ആളുകൾ പെയ്ഡായും അല്ലാതെയും ഓരോരുത്തരും അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിനകത്ത് സാധ്യതയുള്ളത്, ആർക്കാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പിന്തുണ കിട്ടുന്നതെന്നുള്ള അത്തരത്തിലുള്ള ചർച്ചകളും ആലോചനകളുമാണ് നടക്കുന്നത്. ഇത് സംഘടനാ തലത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ വിജയ സാധ്യതയാണ് നമുക്ക് പരിശോധിക്കപ്പെടുന്നത്. വിലബിലിറ്റി അനുസരിച്ച് വേണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ. അതിനുശേഷം യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ DCC ജനറൽ സെക്രട്ടറി കോശി പി സക്കറിയായും ഈ വിഷയം ശക്തമായി ഉന്നയിച്ചു. ഇവിടെ ആരാണ് മത്സരം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നവമാധ്യമങ്ങൾ നടക്കുകയാണ്. പലപ്പോഴും ഈ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ചേരിപ്പോര് അല്ലെങ്കിൽ ആ അലക്കുകൾ പലപ്പോഴും പൊതുസമൂഹത്തിൽ നമ്മളെ അത് നമുക്ക് കുറവാക്കി തീർക്കുന്ന യാതൊരു സംശയമില്ല. അത് നമ്മളെ മോശക്കാരാക്കി തീർക്കുന്ന സംശയം. അതുകൊണ്ട് ഇവിടെ മത്സരം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം വരെ തീരുമാനം വരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എബി സൂചിപ്പിച്ചു, ഈ തിരുവല്ല നിയോജക മണ്ഡലം കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പരാജയപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കും. അത് എല്ലാ കോൺഗ്രസ്സുകാരുടെ വികാരമാണ്. ആ സീറ്റ് നമുക്ക് ലഭിക്കണമെന്ന്. തുടർന്ന് പ്രസംഗിച്ച DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഇവരുടെ ആവശ്യത്തിന് മൂർച്ച കൂട്ടി പ്രസംഗിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം ഉണർന്നു. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശക്തമാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. നമുക്ക് അടുത്ത് നടക്കുവാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ 5 സീറ്റിലും നമുക്ക് ജയിച്ചു വരുന്നതിനുള്ള സംവിധാനങ്ങളും അണികളും പാർട്ടി പ്രവർത്തകരും സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ആരെയും കൊച്ചാക്കാൻ പറയുന്നതല്ല. ആ പാർട്ടിയിലെ കഴിഞ്ഞ 4 തവണയായി തിരുവല്ല അസംബ്ലി നിയോജക മണ്ഡലം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. തീർച്ചയായും ഈ തവണയും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നേതൃനിരയിലുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യനായ കോർ കമ്മിറ്റിയിലെ കുര്യൻ സാർ അടക്കമുള്ള നേതാക്കന്മാരോട് ഇരിപ്പുണ്ട്. നമുക്ക് ജയിച്ചേ മതിയാകും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരണം. എന്നാൽ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ PJ കുര്യൻ വേദിയിൽ ഇരുന്ന് മൗന അനുവാദത്തോടെ പ്രസംഗം കേൾക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ കേരള കോൺഗ്രസ് കഴിഞ്ഞ 4 തവണ തോറ്റെന്ന് പറയുന്ന കോൺഗ്രസുകാർ അവർ തോൽക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് മൗനം ഭജിക്കുകയാണ്. UDFന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ LDF എങ്ങനെ ജയിക്കുന്നു എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്ന തിരുവല്ല സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്താതെയും ഇവരെ കാലുവാരിയതും ആരെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്.